ഞാൻ പറയുന്നു, ഞാൻ CM ആയി സത്യപ്രതിജ്ഞ ചെയ്യുന്ന ദിവസം സാരി എടുത്ത് ആ ഫ്രണ്ട് റോഡിൽ തമിഴ്നാട്ടിലോട്ട് കയറാൻ പറ്റില്ല. ഒരു പിടുത്തമുട്ട കളിയായി പോയി. வந்திருக்கிற இடம் சூப்பர் பட்டாய கலப்பலா. വിജയ് രസികർ മണ്ഡലവും CSR ഉണ്ടല്ലോ. എൻ്റെ മക്കള് കുറച്ച് കോമൺ സെൻസ് രണ്ടാമത് എനിക്ക് അറിഞ്ഞൂടാ. അതവർ തെളിയിക്കേണ്ട കാര്യമാണ്. A few moments later. ഭുവനേന്ദ്രൻ വകുപ്പ് മനസ്സിലായി. ഞാൻ പറയുന്നു, ഞാൻ CM ആയി സത്യപ്രതിജ്ഞ ചെയ്യുന്ന ദിവസം സാരി എടുത്ത് ആ ഫ്രണ്ട് റോഡിൽ ആവേശം കൊണ്ട് ഓരോന്ന് വിളിച്ചു പറഞ്ഞ് തടിയേടാക്കണ്ട. കണ്ണു നിറഞ്ഞുകൊണ്ട് നന്ദിയുണ്ട്. എന്തോ വരാൻ പോകുന്നു എന്റെ മനസ്സ് പറയുന്നു. தமிழ்நாடு அரசியலை சீண்டும் வகையில் மலையாள நடிகர் தியான் சீனிவாசன் பேசியது சர்ச்சையை ஏற்படுத்தியுள்ளது. பங்கேற்று பேசிய அவர், தாம் ஒரு நாள் கேரள முதல்வராகும் போது நவ்யா நாயர் புடவை கட்டிக்கொண்டு முதல் வரிசையில் அமர்ந்து நமக்காக கைத்தட்டி கண்கலங்க வேண்டும் என்று கூறினார். തമിഴ്നാട്ടിലോട്ട് കയറാൻ പറ്റില്ല. ഒരു ഉദാഹരണം പറയുന്ന സമയത്തെങ്കിലും കുറച്ച് അന്തസ്സ് വേണ്ടേ? முதல் வரிசையில் அமர்ந்து நமக்காக கைத்தட்டி கண்கலங்க வேண்டும் என்று கூறினார். രണ്ടുകൂടെ കളിച്ച് കളഞ്ഞില്ലേ. ധ്യാൻ ശ്രീനിവാസൻ, നമ്മുടെ CM വിജയ്, തമിഴ്നാട് CM വിജയെ കുറിച്ചിട്ടൊക്കെ കുറച്ച് കാര്യങ്ങൾ ഇങ്ങനെ തമാശ രൂപേണ പറഞ്ഞു പോയിട്ടുണ്ടായിരുന്നു. ഒരു കയ്യബദ്ധം നാറ്റിക്കരുത്. പക്ഷെ സംഗതി ഇപ്പൊ എന്താ അറിയോ, ഒരു പിടുത്തമുട്ട കളിയായി പോയി തോന്നുന്നു. നമ്മൾ എന്തിനാ ഈ വേഷം കിട്ടണേ? നമ്മുടെ ചില പോരായ്മകളൊക്കെ പരിഹരിക്കാനല്ലേ? തമിഴ്നാട്ടിൽ നിന്ന് അതിഭീകരമായിട്ടുള്ള തമിഴ് മക്കളുടെ രോഷം ഭയങ്കരമായിട്ട് പുറത്തു വരാൻ തുടങ്ങിയിട്ടുണ്ട്. അണ്ണാവെ പറ്റി പറഞ്ഞ എന്താണെങ്കിലും ഭയങ്കര സീനായിട്ടുണ്ട് എന്നാണ് കാര്യങ്ങൾ മനസ്സിലാവുന്നത്. ബാംഗ്ലൂരിൽ നീ എന്നെ ജീവിക്കാൻ സമ്മതിക്കില്ലല്ലേ? കർണാടക പോലീസ് സിറ്റി മുഴുവൻ തിരക്കുന്ന പ്രൊഫസർ ഫെർണാണ്ടസ് കുര്യനല്ല നിന്നെ. തൃശ്ശൂരെ കുറിച്ച് പറയുന്നുണ്ട്, വിജയെ കുറിച്ച് പറയുന്നുണ്ട്, അങ്ങനെ പറഞ്ഞിട്ട് പോവാണ്. നമ്മുടെ പാണ്ഡിതുര അണ്ണനില്ലേ, അണ്ണനെ പറ്റിയാണ് തെറി പറഞ്ഞു. ആൾക്കാരെ പറ്റിക്കാൻ കണ്ണിൽ പൊടിയാൻ ചാരിറ്റിയൊക്കെ ചെയ്ത് വിജയ് ചെയ്ത പോലെ നമ്മുടെ പാഞ്ചി ആള് കോടീശ്വരനാ, പക്ഷേ എഡ്യൂക്കേഷൻ ഇല്ലല്ലോ. ഞാൻ CM ആയി സത്യപ്രതിജ്ഞ ചെയ്യുന്ന ദിവസം സാരി എടുത്ത് ആ ഫ്രണ്ട് റോഡിൽ കണ്ണു നിറഞ്ഞുകൊണ്ട് നന്ദിയുണ്ട്. നീ എന്തിനാണ് ഈ ലോകത്ത് ജനിച്ചിരിക്കുന്നറിയാം? എന്റെ കാലിനായിട്ട് ഇത് ഇന്നും ഇന്നലെയും തുടങ്ങിയല്ല. ഞാൻ്റെ ഒരു സർക്കാസം ഒക്കെ എന്താന്നുള്ളത് മലയാളികൾക്ക് അറിയാം. ഇതിപ്പോ തമിഴന്മാർക്ക് അറിയുന്നില്ലല്ലോ. നിന്റെ അഭ്യാസം തമിഴ്നാട്ടിലല്ലാതെ നടക്കൂ. ധൈര്യം ഉണ്ടെങ്കിൽ ഇന്ത്യയിലേക്ക് വാടാ. ഇനിയിപ്പോ ഈ തമിഴ്നാടിന്റെ ബോർഡർ കിടക്കാൻ പറ്റുന്നില്ല. വരുന്ന ഇലക്ഷനൊക്കെ നിന്ന് മന്ത്രിയായിട്ട് അങ്ങ് പോയാ പോരായിരുന്നു സാറിന്. കേരളം വിട്ട് തമിഴ്നാട്ടിലേക്ക് പോകണമെങ്കിൽ രേശം പാടായിരിക്കും. ധ്യാനം എന്നുള്ള രീതിക്ക് കാര്യങ്ങൾ മാറില്ലെന്ന് നമുക്ക് അറിയാൻ പാടില്ല. ഇയാളൊന്നും മിണ്ടാതിരിക്കുന്നുണ്ടോ? ഒരു തെറ്റും ചെയ്യാതെ നമ്മളെന്തിനാ നാട് വിടുന്നത്? തമിഴ്നാട്ടിലോട്ട് കയറാൻ പറ്റില്ല. താൻ ചത്തില്ലല്ലേ? ഇല്ല, ചാവൂല. അവന്റെ പാട്ടന്മാരും ഒറ്റ വെട്ടിന് ചാവൂല. അതുകൊണ്ട് എന്റെ പൊന്ന് CM സാർ, വിജയ് സാർ, എൻ നൻപനുക്ക് പൈത്തിയർ. അതിനാൽ എനിക്ക് ഒന്നുമേ പണ്ണ മുടിയാതെ നീங்க മன்னிச்சிடுங்க. താങ്ക് യു. ഇലക്ഷനൊക്കെ നിന്ന് നാട്ടുകാരെയൊക്കെ പറ്റിച്ച് നൈസായിട്ട് അങ്ങ് ജീവിച്ചു പോയപ്പോഴാണ്. സോറി.